കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മാവേലിക്കര താമരക്കുളം പ്രൈമറി യൂണിറ്റിൽ വാർഷികവും കുടുംബ സംഗമവും നടന്നു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ വി.ആർ. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് താമരക്കുളം പ്രൈമറി യൂണിറ്റിന്റെ 29ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവുമാണ് നടന്നത്. വാഴവിള ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ വി.ആർ. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഭാര്യയും ഭർത്താവും മാത്രമുള്ള കുടുംബത്തിൽ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഭാര്യ, ഭർത്താവിൻ്റെ പെൻഷൻ വാങ്ങാൻ വേണ്ടി വർഷങ്ങളോളം നടക്കേണ്ടി വരുന്ന ഭാര്യ, ഇതൊക്കെ ഞാൻ ദിവസവും കാണുന്ന സംഭവങ്ങളാണ്. കാരണം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിന് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഭാര്യയുടെ അക്ഷരവും പറഞ്ഞിട്ടില്ല. യൂണിറ്റ് പ്രസിഡന്റ് പി.എൻ. അച്യുതൻപിള്ള അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ കെ. കുട്ടൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി. വേണു പ്രതിഭകളെ ആദരിച്ചു. വീട്ടുകാരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ അങ്ങനെയല്ല. ഇന്നത്തെ ടെലിഫോൺ സൗകര്യം, ഫോൺ സൗകര്യം ഉണ്ടായതുകൊണ്ട് നെറ്റ് കോൾ വഴി ഓരോ ദിവസവും കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ ഇന്ന് പട്ടാളക്കാർക്ക് സാധിക്കും. ആ ഒരു കാലം, ആ പഴയ കാലത്തെ ഓർമ്മകൾ നമ്മൾ നോക്കിയാൽ അന്നത്തെ പട്ടാളക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടായിരുന്നു, പ്രയാസമായിരുന്നു. കാരണം കുടുംബാംഗങ്ങളെ കാണാനോ അവരുടെ സംസാരം കേൾക്കാനോ കുഞ്ഞുങ്ങളെ കാണാനോ ഒന്നും കഴിയാത്ത അവസ്ഥയായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി പി. വേലായുധൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ. ദീപ, മഹിളാ വിംഗ് മാവേലിക്കര താലൂക്ക് പ്രസിഡന്റ് ജഗദമ്മ, സംഘടന മാവേലിക്കര താലൂക്ക് സെക്രട്ടറി എസ്. പങ്കജാക്ഷൻ പിള്ള, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ നായർ, എസ്. വിജയൻപിള്ള, രാജമ്മ ശിവൻപിള്ള, ഉഷ വേണുഗോപാൽ, ജി. മധുകുമാർ, ബേബിക്കുട്ടി ജോർജ്, കെ. ബി. സന്തോഷ് കുമാർ, റിട്ടയർഡ് ക്യാപ്റ്റൻ കെ. വാസുദേവൻ, എൻ. പുരുഷോത്തമൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭകളായവരെ ചടങ്ങിൽ ആദരിച്ചു. എക്സ് സർവീസ് ലീഗ് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.